നമുക്കെല്ലാവർക്കും പരിചയമുള്ള രണ്ട് പദങ്ങളാണ്, ഒന്ന് മുഅ്ജിസത്ത്, മറ്റൊന്ന് കറാമത്ത്. ആ രണ്ട് പദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ധാരണ, എന്തോ വലിയ അത്ഭുതങ്ങളുടെ, വലിയ ആശ്ചര്യപ്പെടുത്തുന്ന കുറെ സംഗതികളെ കുറിച്ചാണ് നമ്മുടെ ശ്രദ്ധയിൽ വരിക. കാരണം നമ്മളെ നാട്ടിലിപ്പോ ചർച്ച ചെയ്യപ്പെടുന്നൊക്കെ നോക്കുമ്പോ അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ മുഅ്ജിസത്ത് എന്ന് പറയുന്നതിന് ഒരു ക്രിയാധാതു ഉണ്ടല്ലോ, അല്ലേ? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അജിസ് എന്നതിൽ നിന്നാണ് വരിക. അജിസ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായി എന്താണ് അശക്തമാകൽ, ദുർബലമാകൽ എന്നാണ് അർത്ഥം. അപ്പോൾ അതിന്റെ അഫ്അല വസ്നാണ് അജസ, അതിന്റെ ഇസ്ം ഫായിലാണ് മുഅ്ജിസത്ത്. അപ്പൊ അതിനർത്ഥം വെക്കാം, അഫ്അല വസ്നിലേക്ക് വരുമ്പോൾ ഒരിക്കലും എന്താവൂല, അത് ലാസിമല്ല, മുത്തഅദ്ദിയാണ്. അപ്പൊ മനസ്സിലായി എന്ത്, ഈ സാധനം ഒന്നൊന്നിലേക്ക് വിട്ട് കിടക്കണം. അപ്പം വേറൊരാളെ അശക്തമാക്കുന്നത് എന്ന് അർത്ഥം വന്ന്. അപ്പൊ വ്യക്തമായിട്ട് അശക്തമാക്കുന്ന സാധനമാണ് ഇത് മുഅ്ജിസത്ത്. ഞാനതിന്റെ കോംപ്ലിക്കേഷനിലേക്ക് ഒന്നും പോകാതെ ഇങ്ങനെ പോവാട്ടെ. അശക്തമാക്കുന്നത് എന്നാണ് അർത്ഥം. ആരെ അശക്തമാക്കുന്നത്? അശക്തമാക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ അശക്തമാക്കാൻ ഒരാൾ ഉണ്ടാവുമല്ലോ, ബാക്കി എല്ലാവരും അശക്തരാണ്. അപ്പൊ ആരായിരിക്കും അത്? ആരായിരിക്കും അത്? അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്താണത്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും ആ വിഷയത്തിൽ അശക്തരാണ്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇത്ര നേരം ഇങ്ങോട്ടല്ലേ ചോദിച്ചേ, അല്ലേ? ഇനി ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ, അങ്ങോട്ട് ചോദിക്കട്ടെ. ആ, നല്ല കുട്ടികളെ. ഈ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അത് അശക്തമാക്കുന്നതാണ്, അള്ളാഹു ആണ് അത് ചെയ്യുന്നതെന്ന്, അല്ലേ? കറാമത്ത് എന്ന് പറയുമ്പോൾ ഇതിനോട് സമാനമായ ഒരു വേർഡാണ്. അവിടെ നിന്നോട്ടെ. മുഅ്ജിസത്ത് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടതാണ്, കറാമത്ത് സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, വലിയുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ വലിയ ചർച്ചയിലേക്ക് പോകേണ്ട സംഗതിയാണ്. കാരണം ഇവിടെ വലിയുണ്ടോന്നൊക്കെ ഞാൻ ചോദിക്കേണ്ടി വരും. അതവിടെ നിന്നോട്ടെ. അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ അമ്പിയാക്കൾക്ക് നൽകപ്പെട്ട അസാധാരണ കഴിവിനാണ് എന്ത് വിളിക്കാം? അല്ലേ? ഔലിയാഇന് നൽകപ്പെടുന്ന അസാധാരണ കഴിവിനെ കുറിച്ചാണ് എന്ത് പറയാ? അപ്പൊ അതിന്റെ അർത്ഥം കറാമത്തും അറിയില്ല, മുഅ്ജിസത്തും അറിയില്ല എന്നാ. കറാമത്തും അറിയില്ല, മുഅ്ജിസത്തും അറിയില്ല എന്നാ. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് വെച്ചാൽ, മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാര് നിരന്തരം പ്രചണ്ഡമായ പ്രചാരണം കൊടുത്തു. അത് അസാധാരണമായി പ്രവാചകന്മാർക്ക് നൽകപ്പെടുന്ന കഴിവാണ്, അഥവാ അസാധാരണ കഴിവാണ്. ആണോ? അല്ലേ? തീരുമാനിച്ചു. പെട്ടെന്ന് 10-30 മിനിറ്റേ ഉള്ളൂ. ഒന്നുകൂടെ വ്യക്തമാക്കാം. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് നൽകപ്പെടുന്ന അസാധാരണ കഴിവുകളാണ്. ആണോ അല്ലേ? അതാണ് വിഷയം. എന്റെ ചോദ്യം അതാണ്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, എന്തല്ല, അത് അവർക്ക് നൽകപ്പെടുന്ന കഴിവല്ല. എന്നാൽ മുഅ്ജിസത്ത് ഖുദ്റത്താണ്, അല്ലേ? മുഅ്ജിസത്ത് എന്താണ്? ഖുദ്റത്താണ്. ആരുടെ? അള്ളാഹുവിന്റെ. ഖുദ്റത്തുൻ ഇലാഹിയ എന്നാ പറയാ. ഖുദ്റത്ത് ഇലാഹിയ എങ്ങനെയാണ് ബശറിൽ ഉണ്ടാകുക?
ബശർ ഖൽഖല്ലേ, ഖൽഖിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ഖാലിഖിന്റെ ഖുദ്റത്ത് ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവോ? 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 ഉണ്ടാവില്ല. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, മുഅ്ജിസത്ത് പ്രവാചകന്മാർക്ക് കൊടുത്ത കഴിവേ അല്ല, പിന്നെന്തായിരിക്കും? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിന് തഅരീഫ് എഴുതിയവരെല്ലാം പറഞ്ഞു, ചില ആളുകൾ യദ്ഹുറു എന്ന് പറഞ്ഞു, ചില ആളുകൾ യുദ്ഹിറു എന്ന് പറഞ്ഞു, അവരിലൂടെ പ്രകടമാകുന്നത് എന്നാണ്. എന്താണ്? അത് വ്യക്തമായിട്ട് ബോധ്യപ്പെടണം. അവരിലൂടെ പ്രകടമാകുന്നു എന്ന് മാത്രം. ഒരിക്കലും എന്തല്ല, അവരുടെ കഴിവല്ല. മനസ്സിലായോ? ഇതിന് എന്ത് പ്രമാണമാണ് വെക്കാനുള്ളത് എന്ന് ചോദ്യം ഉണ്ടാവും അല്ലേ? നിങ്ങൾ പറഞ്ഞു ഇത് പ്രവാചകന്മാർ, ഞങ്ങൾ പറയുന്നു പ്രവാചകന്മാർക്ക് കൊടുത്ത കഴിവാണ്. സാധാരണക്കാരന് സാധാരണ കഴിവ്, അസാധാരണക്കാരന് അസാധാരണ കഴിവ്. പ്രവാചകന്മാർ അസാധാരണക്കാരാണ്, വലിയുകൾ അസാധാരണ, വലിയ അസാധാരണക്കാരനാണ് എന്നാണ് പറയാ. നമ്മൾ പറയുന്നു പ്രവാചകൻ അസാധാരണക്കാരനാണ് എന്ന് പറയാൻ കാരണം അത് നുബുവത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ വിലായത്തിന്റെ പ്രത്യേകത കൊണ്ട് ഒരാൾ അസാധാരണക്കാരനാകുമോ? ആകുമോ? ഇല്ല. എന്തുകൊണ്ട്? മുഅ്മിൻ എന്നതിന്റെ നേരെ പര്യായമാണ് വലിയ എന്നത്. ആ ചർച്ച ഞാനിപ്പോൾ കണ്ട് വെക്കുന്നില്ല. കാരണം ഖുർആൻ പറഞ്ഞത് അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون. ക്ലിയർ ആയല്ലേ? വിത്തൗട്ട് എനി തഅരീഫ്. ഒരു തഅരീഫിന്റെ ആവശ്യമില്ല. അല്ലാഹ് തന്നെ പറഞ്ഞു ആരാണ് വലിയെന്ന്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരാരാണ്? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ഈമാനും തഖ്വയും ഉള്ളവന്റെ പേരാണെന്ത്? വലിയ. അയാൾ എന്തായാലും അസാധാരണക്കാരനല്ല. അപ്പൊ അവിടെ നിന്നോട്ടെ കേട്ടാ. അപ്പൊ ഇനി ശ്രദ്ധിച്ചോളി, പ്രവാചകന്മാരിലൂടെ പ്രകടമാകുന്നു. എന്താ പ്രമാണം? ആ പ്രമാണം സൂറത്ത് അൻഫാലിൽ നോക്കിയാൽ കാണാം. അൻഫാലിലൊരു ഒരു ആയത്ത്, അതിനൊരു ഭാഗം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കാരണം എനിക്ക് സമയമില്ലാത്തോണ്ട് ഞാൻ അങ്ങനെ ഓടിപ്പോകും. അൻഫാലിലെ ഒരായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. എല്ലാരും അറബി കോളേജിലെ മക്കളല്ലേ അല്ലേ? ആ ആയത്തിന്റെ സിയാഖ് ഒന്ന് നോക്കിക്കാണി. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. വമാ റമൈത ഒന്ന് നഫിയാൻ അല്ലേ? നീ എറിഞ്ഞില്ല. ഇത് റമൈത നീ എറിഞ്ഞപ്പോ, അഥവാ എറിഞ്ഞ സന്ദർഭം. അപ്പൊ എറിഞ്ഞു, എറിഞ്ഞില്ല, എറിഞ്ഞില്ല. ആരെറിഞ്ഞില്ല? റസൂലുള്ള എറിഞ്ഞില്ല, റസൂലുള്ള എറിഞ്ഞു. കിട്ടിയോ? വമാ റമൈത നീ എറിഞ്ഞില്ല, അഥവാ നബിയെ നീ എറിഞ്ഞിട്ടില്ല, നീ എറിഞ്ഞില്ല. ഇത് റമൈത നീ എറിഞ്ഞപ്പോ. അപ്പൊ എറിഞ്ഞിട്ടില്ല, എറിഞ്ഞു. എന്നിട്ട് അവസാനം നോക്കൂ, വലാകിന്നല്ലാഹ റമ, എങ്കിലും അള്ളാഹു അവനാണ് എറിഞ്ഞത്. ഇവിടെ ഇപ്പൊ ആരാ എറിഞ്ഞ്? മനസ്സിലായില്ലേ? ആ ആയത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ വന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ റമൈത നീ എറിഞ്ഞില്ല. ഇത് റമൈത നീ എറിഞ്ഞ സമയം. വലാകിന്നല്ലാഹ റമ, എങ്കിലും അള്ളാഹു എറിഞ്ഞു. അപ്പൊ എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? അതാണ് ശരിക്കും എന്താണ് മുഅ്ജിസത്ത് എന്ന് അല്ലാഹ് പറഞ്ഞു തരാണ്. മനസ്സിലായില്ലേ? മുഅ്ജിസത്ത് എന്താണെന്ന് അല്ലാഹ് പറയാണ്. യമൻ തഫജ്ജറത്തിൽ
أنهار نابعة من إصبعيه فروا الجيش بالمدد. രണ്ട് വിരലുകൾക്കിടയിലൂടെ ഇങ്ങനെ വെള്ളം പൊട്ടി ഒഴുകി റസൂലുള്ളാന്റെ, അല്ലേ? ആ വെള്ളം ആയിരക്കണക്കിന് ആളുകൾ കുടിച്ചു ഒളുവെടുത്തു, അല്ലേ? അത്ഭുതമേ അത്ഭുതം. ഔ, അസാധാരണക്കാരനായ പ്രവാചകന്റെ അസാധാരണമായ കയ്യിൽ നിന്ന് വന്ന അസാധാരണമായ വെള്ളം. ഇങ്ങനെയാണ് നമ്മൾ കേൾക്കാറുള്ളത്, അല്ലേ? യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്താണെന്ന് ഖുർആൻ വിശദീകരിച്ചു തരുന്ന ഗൗരവതരമായ ഒരു ഇടമാണ് ഈ ഭാഗം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊണ്ട് മണ്ണ് വാരി, ആ മണ്ണ് എറിഞ്ഞു. നബി തങ്ങൾ എറിഞ്ഞു മണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണെറിയുന്നു. അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കളുടെ മുഴുവനും കണ്ണിൽ ആ മണ്ണ് വീഴുന്നു. അവർക്ക് കണ്ണ് കാണാൻ പറ്റാതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലൂടെ പോകുന്നു. ഇതാണ് സംഭവം. ഇതിനെയാണ് അല്ലാഹ് പറഞ്ഞത്, വമാ റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹു റമാ. ഇവിടെ എറിഞ്ഞു എന്നുള്ളത് ശരിയല്ലേ? എറിഞ്ഞ്. എന്നാ എറിഞ്ഞില്ല എന്ന് പറഞ്ഞ എന്തിനാ? അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ പേരെന്തേനു? ആ ഫ്രണ്ടിരിക്കുന്ന ആള് തന്നെ. നീജന്നെ ഷബീബ്. ഷബീബ് നിങ്ങൾ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് പുറത്ത് അവിടെ നല്ലൊരു മാവ് വെപ്പുണ്ടായിരുന്നു. അതിൽ ഒരു 5-6 കല്ല് എടുത്തിട്ട് ഷബീബ് അങ്ങനെ ഒരു മാങ്ങക്കിട്ട് എറിഞ്ഞ്, ഒരു 4-5 ഏർ എറിഞ്ഞ്. പക്ഷെ 5 ഏറും കൊണ്ടില്ല. അവസാനം ഒരു ഏറെറിഞ്ഞ് ആ കൊലയിലെ 3 മാങ്ങയും വീണ്. അപ്പണ്ടാവും ഇമപ്പുറത്തുനിന്ന്, ഓ ഭയ വല്ലാത്ത ഏറട്ടോ. അപ്പൊ നേരത്തേക്ക് എറിഞ്ഞതോ? ഏയ്, നേരത്തെ എറിഞ്ഞ ഏറോ? അത് ഏറല്ലേ? പക്ഷെ അത് ഏറായിട്ട് പരിഗണിച്ചില്ലല്ലോ. എന്താ കാര്യം? മൻഫഅത്തില്ല. ഏറാകുമ്പോ എപ്പോഴാണ് അതിന് മൻഫഅത്ത് കിട്ടുമ്പോഴാണ്, ഉപകാരം ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ആദ്യം എറിഞ്ഞ 5 ഏറും പരിഗണിക്കാഞ്ഞത്. പക്ഷെ മൻഫഅത്ത് കിട്ടിയ ഏറിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഔ ഭയ, എൻ്റെ ഒരു ഏറുണ്ടല്ലോ. മനസ്സിലായില്ലേ? ആ പറഞ്ഞത് മൻഫഅത്ത് കിട്ടിയത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു. മൻഫഅത്ത് ഉണ്ടാവോ? ഉണ്ടാവോ? ഞാൻ ഇവിടുന്ന് കുറച്ച് മണ്ണ് വാരിയിട്ട് നിങ്ങളെ എറിഞ്ഞാല് നിങ്ങളെല്ലാരെ കണ്ണിൽ വീഴുവോ? അത് നബി എറിഞ്ഞാലും അങ്ങനെ തന്നെ ഉണ്ടാകുക. വീഴൂല. എന്നാ നബി എറിഞ്ഞു എന്നുള്ളത് ഉറപ്പല്ലേ? ആണ്. എന്നാൽ ആ ഏറ് കൊണ്ട് മൻഫഅത്ത് ഉണ്ടാവില്ല എന്നത് ഉറപ്പല്ലേ? അല്ലേ? ആണ്. പിന്നെന്ത് ചെയ്തു? ആ മൻഫഅത്ത് എങ്ങനെ ഉണ്ടായി? അതിൽ അള്ളാഹുവിന്റെ ഖുദ്റത്ത് ചേർന്നു. ഇപ്പൊ ക്ലിയറായ? അപ്പൊ മുഅ്ജിസത്ത് എന്തല്ല? പറയും പെട്ടെന്ന് പറയും. മുഅ്ജിസത്ത് എന്തല്ല? പ്രവാചകന്മാരുടെ കഴിവല്ല. പിന്നെന്താണത്? ഖുദ്റത്തുൻ ഇലാഹിയ. എന്താ പറയാ? ഖുദ്റത്തുൻ ഇലാഹിയ. ഇതാണ് ശരിക്കും മുഅ്ജിസത്ത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രകടമായതോ അമ്പിയാക്കളിലൂടെ കടന്നു വന്നു. ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സംസാരിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ പറയേണ്ടത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയത് അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ അള്ളാഹു പ്രകടമാക്കിയത് എന്നല്ലാതെ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്താണ് എന്നൊന്നും പറയരുത്. കാരണം അങ്ങനെ ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല. അതൊരിക്കലും കൊടുക്കാനും കഴിയില്ല. കാരണം ഖുദ്റത്ത് ഇലാഹി, ഖുദ്റത്ത് ബശറിൽ വരില്ല. ക്ലിയർ അല്ലേ? അപ്പൊ കിട്ടിയ കഴിവല്ലാന്ന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്കൊരു സങ്കല്പത്തിലേക്ക് ഒന്നും കൂടെ പോകാൻ പോവാണ്. ഇത് കിട്ടിയ കഴിവാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആ കഴിവ് എപ്പോഴും ഉപയോഗപ്പെടുത്താൻ പറ്റൂലേ? ഉദാഹരണം, എനിക്ക് എന്റെ കൈ അനക്കാനുള്ള കഴിവ് കിട്ടിയതാണോ കിട്ടിയതല്ലേ?
കിട്ടിയതാണോ അല്ലേ? കിട്ടിയതാണ്. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്നിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് എന്ത്? എന്റെ ഈ കഴിവ് അല്ലേ? അത് അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ചോദ്യമുണ്ട്, ഹൽ ലിൽ അബ്ദി ഇഖ്തിയാറുൻ വഖുദ്റത്തുൻ അഅതാഹുമല്ലാഹ്. അടിമക്ക് കഴിവുണ്ടോ, അടിമക്ക് സ്വാതന്ത്ര്യമുണ്ടോ? രണ്ടും അല്ലാഹ് കൊടുത്താണോ അല്ലേ? അശ്അരി തരീഖത്തിൽ ആളുകൾ പോലും അംഗീകരിക്കുന്നത്, പ്രകടമായി പലരും അംഗീകരിക്കുന്നത് എന്താണ്? നഅം ലിൽ അബ്ദി ഖുദ്റത്തുൻ വ ഇഖ്തിയാർ. ഖുദ്റത്തും ഉണ്ട് ഇഖ്തിയാറും ഉണ്ട്. അത് അല്ലാഹ് കൊടുത്താണെന്നും പറയും. ശരി, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എനിക്ക് അല്ലാഹു തന്ന കഴിവ് എനിക്ക് ഏത് സമയത്ത് ഉപയോഗപ്പെടുത്താലോ അല്ലേ? അല്ലേ? ഹറാമിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കൊടുത്താൽ കുറ്റം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എനിക്ക് ഉപയോഗിക്കാലോ. എൻ്റെ കൈ എപ്പോ വേണമെങ്കിലും അനക്കാം, അനക്കാതെ എങ്ങനെ നിൽക്കാം, എനിക്ക് മുണ്ടാം മുണ്ടാതിരിക്കാം, ഒക്കെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം. കാരണം എനിക്ക് നൽകപ്പെട്ട കഴിവാണ്. ക്ലിയർ ക്ലിയർ ആ. ഇനി മുഅ്ജിസത്ത് അതുപോലെ ആണെന്നൊന്ന് വിചാരിക്കും. മുഅ്ജിസത്ത് അതുപോലെയാണെന്ന് വിചാരിക്കും. അല്ലാഹു അവർക്ക് കൊടുത്ത അസാധാരണ കഴിവാന്ന് വിചാരിക്കും. ഞാനൊരു ശുഭത്തിന് റദ്ദ് ചെയ്യാൻ പോട്ടാണ്. അങ്ങനെ കൊടുത്ത കഴിവാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ അത് അവർ ഉപയോഗപ്പെടുത്തുകയില്ലേ? ഇല്ലേ? അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം കേട്ടാ. ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവിടെ നിർത്തിക്കോളൂ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. വഖഫ് താമ്മാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, എനിക്ക് അല്ലാഹു കൈയിന് കഴിവ് തന്നു, എൻ്റെ കാലിന് കഴിവ് തന്നു, കണ്ണിന് കഴിവുണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോണ്ട് ആ റോഡുമ്മലേക്ക് ഒരു ചെറിയ കുഞ്ഞ് അങ്ങനെ എഴിഞ്ഞ് അല്ലെങ്കിൽ നീന്തി ആ റോഡുമ്മലേക്ക് കയറുന്നു. വണ്ടി വരും, ഉറപ്പാണ്. ആ കുട്ടിക്ക് അപായമുണ്ടാകും, അപകടം ഉണ്ടാകുമെന്ന് ഞാൻ കാണുന്നു, മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് ആ കുട്ടീനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ, ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ, ഞാൻ ഇവിടെ കുത്തിരുന്നാൽ എനിക്ക് പടച്ചോന്റെ അടുത്തുനിന്ന് കുറ്റം കിട്ടുമോ ഇല്ലേ? പറയും 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 ഉറപ്പല്ലേ? ഇവിടുന്ന് മാത്രം ഒച്ച കേൾക്കണില്ല, പുറയിലേക്കൊന്നും അനക്കം തന്നെ വരുന്നില്ല. അത് ഒരു പാമ്പുണ്ട്, ആ പാമ്പിന് തല മാത്രം അനങ്ങുള്ളൂ, വാലനങ്ങൂല. ആ പുറകിൽ നിൽക്കുന്നവർ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഞാൻ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ എനിക്ക് കുറ്റം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? ആ, അങ്ങനെയെങ്കിൽ ഒരു പ്രവാചകന് നൽകപ്പെട്ട മുഅ്ജിസത്ത് അല്ലെങ്കിൽ ഒരു വലിയന് നൽകപ്പെട്ട കറാമത്ത്, അത് അയാൾക്ക് ലഭിച്ച അസാധാരണ കഴിവാണെങ്കിൽ ആ കഴിവിലൂടെ അയാൾ ഒരു അപകട വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണോ അല്ലേ? ഇത് വെച്ച് നോക്കുമ്പോൾ അയാൾ കുറ്റക്കാരനല്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഏർവാടിയിൽ കുറെ ആളുകൾ വെന്ത് മരിച്ചപ്പോ ആ ഏർവാടിയിലെ വലിയ എന്തുകൊണ്ട് അനങ്ങിയില്ല? അയാളെ ആഗ്രഹിച്ചു കൊണ്ടുവന്ന ആളുകളാണ്. ഇയാൾക്ക് എന്തൊക്കെയോ അസാധാരണ കഴിവുണ്ട്, ഞങ്ങളുടെ രോഗം മാറ്റാൻ കഴിവുണ്ട്, ഞങ്ങൾ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാൻ കഴിവുണ്ട്, എന്തിനും ഇടപെടാൻ കഴിവുണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് വന്ന ആളുകളാണ്. ആ ആളുകളാണ് അയാളുടെ മഖാമിന്റെ അടുത്ത് വെച്ച് തന്നെ അഗ്നിബാധയേറ്റ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ആളുകൾ പോലും ഒന്ന് രക്ഷപ്പെടാൻ കഴിയാതെ കത്തി അമർന്നുപോയി. ഇതിൽ ഇബ്രാഹിം ബാദിഷ കുറ്റക്കാരനാണോ അല്ലേ? ചോദ്യം. ഇസ്ലാമിന്റെ അസ്വലിൽ നിന്നുകൊണ്ട് മറുപടി പറയാം. ഇയാൾ കുറ്റക്കാരനാണോ അല്ലേ? ആണോ? അല്ല, നമ്മൾ പറയും. അതേ സമയത്ത് നേരത്തെ പറഞ്ഞ അഭിപ്രായ പ്രകാരമാണെങ്കിൽ ഇദ്ദേഹം കുറ്റക്കാരനാണ്. എന്തുകൊണ്ട്? അയാൾക്ക് നൽകപ്പെട്ട കഴിവ് അയാൾ ഉപയോഗപ്പെടുത്താതെ കുറെ ആളുകൾക്ക് അപകടമുണ്ടാക്കിച്ചു. അതുകൊണ്ട് അയാൾ കുറ്റക്കാരൻ. അപ്പൊ നമുക്ക് സേഫ് നിലപാടിലേക്ക് നിൽക്കാം. അതാണ് അഹ്ലു സുന്നയുടെ നിലപാട്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കറാമത്ത് നൽകുന്നുണ്ട്.
അമ്പിയാക്കൾക്ക് ആവശ്യമെങ്കിൽ മുഅ്ജിസത്തും നൽകുന്നുണ്ട്. പക്ഷേ ഒരാൾക്കും സ്വന്തമായി ആ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഇല്ല, ഒരാൾക്കും കൊണ്ടുവരാൻ സാധ്യമേ അല്ല. ഇനി അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പ്രകടമാക്കിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? കിട്ടുന്നില്ല. ഏതാണ്? ഖുർആനാണ് അല്ലേ? പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പ്രകടമാക്കിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണെങ്കിൽ, അത് പ്രവാചകന് നൽകപ്പെട്ട കഴിവിൽപ്പെട്ടതാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലുമൊക്കെ അതിലേക്ക് ചേർക്കാനും ആവശ്യമില്ലാത്തത് മാറ്റാനും കഴിയുമായിരുന്നില്ലേ? ഇല്ലേ? എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞെന്താ? പ്രവാചകനോട് പറഞ്ഞെന്താ? വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. നബിയേ, നീയാണ് എന്തെങ്കിലും വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നെങ്കിൽ വലത് കൈകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പിടിക്കുങ്ങളെ, ജീവനാടി അങ്ങോട്ട് മുറിച്ചു കളയും, ശരിയാക്കി കളയും. മനസ്സിലായോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരു തരത്തിലും ഇടപെടാൻ കഴിയില്ല. അതാവട്ടെ നബിതങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തും. ഇപ്പൊ ഏകദേശം ക്ലിയർ ആയോ? ഏകദേശം ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഉറപ്പിച്ചു പറയാം, മിൻ ഉസൂലി അഹ്ലി സുന്നത്തി വൽ ജമാഅ അത്തസ്ദീഖു ബികറാമാതിൽ ഔലിയാ വമാ യുജ്രി അല്ലാഹു അലാ ഐദീഹിം മിൻ ഖവാരിഖിൽ ആദാത് كالمأثور عن سالف الأمم في سورة الكهف وغيرها وعن صدر هذه الأمة من الصحابة والتابعين وسائر قرون الأمة وهي موجودة فيها إلى يوم القيامة. يعني പറഞ്ഞ വാക്ക് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫത്താവ ജുസ് 3 സഫഹ 155, മൂന്നാം വാള്യം 155-ൽ അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫത്താവയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ വാക്കാണ്. മിൻ ഉസൂലി അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്ന വൽ ജമാഅയുടെ അടിസ്ഥാന ആശയങ്ങളിൽപ്പെട്ടതാണ് അത്തസ്ദീഖു ബികറാമാതിൽ ഔലിയാ, ഔലിയാഇന്റെ വലിയിന്റെ കറാമത്തിനെ അംഗീകരിക്കൽ. വമാ യുജ്രില്ലാഹു അലാ ഐദീഹിം, അവരിലൂടെ അള്ളാഹു നടപ്പിൽ കൊണ്ടുവരുന്ന ഒന്നിനെ മിൻ ഖവാരിഖിൽ ആദാത്ത്, അസാധാരണമായ വിഷയങ്ങൾ, സാധാരണക്ക് വിരുദ്ധമായത് അവരിലൂടെ കടന്നു വരാം. ഏതുപോലെ? ഇനി ഉദാഹരണം ശ്രദ്ധിച്ചോ. ഏതുപോലെ? കൽ മഅ്സൂരി അൻ സാലിഫിൽ ഉമം, കഴിഞ്ഞ കാലത്ത് സമൂഹത്തിലെ ഉമ്മത്തുകളിലെ ചില സംഭവങ്ങൾ. അതെന്താ? ഫി സൂറത്തുൽ കഹ്ഫി വഗൈരിഹാ, സൂറത്തുൽ കഹ്ഫിലും ആ സൂറത്ത് കഹ്ഫ് അല്ലാത്ത മറ്റു ചില സൂറകളിലും അള്ളാഹു പറഞ്ഞ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ചില അത്ഭുത സംഭവങ്ങളെ അള്ളാഹു എടുത്തുദ്ധരിച്ചിട്ടുണ്ട് വലിയന്റെ കറാമത്തായിട്ട്. നിങ്ങട്ടോ ഉറങ്ങല്ലേട്ടാ, 2 മണിയാകുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരുന്നുള്ള ഉറപ്പാ. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല, അപ്പൊ ഇക്കുറക്കം ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വലിയുകളിൽ പ്രഗൽഭരായ വലിയുകളാണ് ആര്? 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 അസ്ഹാബുൽ കഹ്ഫ്. ആരാണ്? 309 കൊല്ലം ഒരു ഗുഹയിൽ ഉറങ്ങിക്കിടന്ന ആളുകളാണ് അല്ലേ? എത്ര കൊല്ലം? 309 കൊല്ലം. ആ 309 കൊല്ലം ഒരു ഗുഹയിൽ ഉറങ്ങിക്കിടന്ന ആളുകൾ. അത്ഭുതകരമാണ്. ആ കഥ പറയണമെന്നൊക്കെ വിചാരിച്ചാൽ അതിന്റെ പോയിന്റുകളൊക്കെ കുറിച്ചിരുന്നു, പക്ഷെ ഇനിവിടെ ഉള്ള ടൈമില്ലല്ലോ. ആ 309 കൊല്ലം ഉറങ്ങിയ ആളുകൾ
അത്ഭുതകരമാണ് അവരുടെ ജീവിതം എന്ന് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ ആ ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളി. ഈ സംഭവം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. ഇനി മറ്റൊരു സംഭവമുണ്ട്. ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം. ഉസൈർ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, എന്നാൽ ചില ആളുകൾ വലിയാണെന്നും പറയുന്നുണ്ട്. അതേ സൂറത്തുൽ കഹ്ഫിൽ ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാം, ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാം, ഖളിർ എന്നും ഖിളിർ എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. അത്ഭുതമാണ്. ഇവരെല്ലാം ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ വന്ന സംഭവങ്ങളാണ്. മാത്രമല്ല വഅൻ സദരി ഹാദിഹിൽ ഉമ്മത്തി മിന സ്വഹാബത്തി വത്താബിഈൻ, സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങളിൽ നിന്നെല്ലാം ഇതുപോലെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വസായിരി ഖുറൂനിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മറ്റു പല നൂറ്റാണ്ടിലുള്ള ആളുകളുടെ അടുത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. വഹിയ മൗജൂദത്തുൻ ഫീഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അതുണ്ടാകും. ഇപ്പോഴും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് CM മടവൂരിന്റെ വളിച്ച കറാമത്തിനെ കുറിച്ചല്ലേ പറയണത്. മനസ്സിലായോ? ആ ജാതി പിരാന്തം വർത്താനത്തെ കുറിച്ചൊന്നും അല്ല നമ്മൾ ഈ പറയണത്. അതൊക്കെ പിന്നെ ആർക്കും കുത്തിരുന്ന് അടിച്ചുവിടാൻ പറ്റിയതാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ അദ്രസാക്ക് ബാക്കുവിന്റെ കറാമത്ത് കുറെ പറഞ്ഞു തരാം. അവിടെ ഞങ്ങളുടെ ഉണ്ടാക്കന്നെ നദീവിനെ കുറിച്ചും പറയാമല്ലോ. നിങ്ങൾക്ക് പറയാം നദീവിനെ കുറിച്ച്. എന്തായാലും വലിയാണല്ലോ ഇരിക്കുന്നത് അല്ലേ? എന്തായാലും വലിയാണല്ലോ. കാരണം ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ ആരായി? വലിയായി. പിന്നെ വലിയ തെറ്റിയോ എന്ന് വെച്ചാൽ തെറ്റിയും. കാരണം ഇസ്മത്ത് പ്രവാചകന്മാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ആരുടെ അടുത്തൊന്നും എന്ത് വരും? തെറ്റ് വരും. സ്വഹാബത്തുനിന്നും തെറ്റ് വന്നിക്കണ്, താബിഈങ്ങൾക്കും തെറ്റ് വന്നിക്കണ്, അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വിലായത്തിനെതിരല്ലത്. പിന്നെ കുറച്ചും കൂടി ഭംഗിയാക്കി വല്ലാത്ത സൂക്ഷ്മതയെ കുറിച്ച് പറയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഖുർആന്റെ തഅരീഫ് അല്ലദീന ആമനു വകാനു യത്തഖൂൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതല്ല ശരിക്കു പറഞ്ഞാൽ. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആൻ പ്രവാചകന്റെ ചര്യയും ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ഇത്തരം ചില സംഭവങ്ങൾ. അതെന്തായാലും നമ്മൾ അംഗീകരിക്കുന്നു. ഒരാൾ പോലും എന്ത് ചെയ്യുന്നില്ല, അതിനെ നിഷേധിക്കുന്നില്ല. ഇനി കറാമത്തെണ്ണുമ്പോൾ കഴിഞ്ഞകാല സമൂഹങ്ങളിൽ വന്നതിനെ കുറിച്ച് ഒറ്റ ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറയാം. അസ്ഹാബ് അൽ ഗാർ അസ്സലാസ, അസ്ഹാബുൽ ഗാർ അസ്സലാസ, ആ ഗുഹയിലകപ്പെട്ടു പോയ 3 ആളുകൾ ഉണ്ടല്ലോ അല്ലേ? അതും കറാമത്ത് തന്നെയാണ്. ഓല് ദ്വാരുന്നപ്പോ കറാമത്തല്ലേ? കറാമത്ത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കറമാന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആദരവുണ്ടായി എന്നർത്ഥം. ആ ആദരവാണത്. അള്ളാഹു അവരുടെ പ്രവർത്തനത്തിൽ നൽകുന്ന ഒരാദരവ്. മനസ്സിലായോ? അത് ചിലപ്പോൾ ഭയങ്കര അത്ഭുതമായിരിക്കും. അതൊക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനതിപ്പോ പറയാൻ നിന്നാൽ ശരിയാവില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് ജുറൈജ്. ജുറൈജ് എന്ന് പറയപ്പെടുന്ന കഴിഞ്ഞ കാലത്തിലുള്ള ഒരു മനുഷ്യൻ, ഒരു ആബിദായ മനുഷ്യൻ. അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലേ? അദ്ദേഹത്തിലൂടെ കറാമത്ത് അള്ളാഹു എന്ത് ചെയ്തു? അദ്ദേഹത്തിലൂടെ വെളിവാക്കി. അത് നമ്മൾ കണ്ടു. അതും കാണാം. ആ ചെറിയ കുട്ടി സംസാരിക്കുന്നു. പ്രവാചകന്റെ സ്വഹാബികൾ 2 ആളുകൾ നബി തങ്ങളുടെ സദസ്സിൽ നിന്ന് പോവുകയാണ്. ഇരുട്ടാണ്. അപ്പോഴേക്ക് എന്ത് ചെയ്തു? വെളിച്ചം വന്നു. എന്നിട്ട് 2 ആളും ആ വെളിച്ചത്തിൽ ഇങ്ങനെ പോവാണ്. 2 വഴി തിരിയുമ്പോ ആ വെളിച്ചം 2ആയിട്ട് പിരിഞ്ഞ് 2 പേരെടുത്ത് മുന്നോട്ട് പോയി. ഇതൊക്കെ പ്രമാണത്തിൽ ഉറപ്പിക്കപ്പെട്ട ഇതൊന്നും എന്തല്ല, നമുക്ക് അടിസ്ഥാനപരമായി അസ്ലിയായി മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതൊന്നും എന്തല്ല, ഇവരുടെ കഴിവ് അല്ല. അവരെ അള്ളാഹു ആദരിച്ചത് കൊണ്ട് അവരിലൂടെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ചില അത്ഭുതങ്ങൾ കാണിച്ചു എന്ന് മാത്രം. മുഅ്ജിസത്തിന്റെ ഒരു പ്രത്യേകം, മുഅ്ജിസത്തിന് ഒരു തലം കൂടിയുണ്ട്. അത് ഇൻദ തഹദ്ദിൽ മുൻകരീൻ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരിലൂടെ പ്രകടമാകുമ്പോ അതിലൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രവാചകത്വത്തെ നിഷേധിക്കുന്നവന്റെ മുന്നിൽ പ്രവാചകത്വത്തെ ബോധ്യപ്പെടുത്താൻ, അതാണ് ഇൻദ തഹദ്ദിൽ മുൻകരീന, നിഷേധിക്കുന്നവരെ ഉത്തരം മുട്ടിക്കുക എന്നാണ് അർത്ഥം. മനസ്സിലാലേ? ഇപ്പൊ ചില ആളുകൾ ചെയ്യുന്ന പണി വെച്ചാൽ അതിങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് പിറ്റിയ. ഇതുപോലെ വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. ഒരു വർത്താനം എവിടുന്ന് വിളിച്ചാലും ഞാൻ എന്ത് ചെയ്യും? എനിക്കെല്ലാം അറിയാം. കുപ്പിയാകത്തുള്ളേ വസ്തുവിനെ പോലെ
കാൺമാൻ നിങ്ങളെ കൽബകമെന്നോവർ. ഇതിങ്ങനെ പറഞ്ഞു വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് വിടുക്കുമ്പോ ഉനബ്ബിഉക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. ക്ലിയർ ആയില്ലേ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഉനബ്ബിഉക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. നിങ്ങൾ ഇപ്പൊ തിന്നത് എന്താന്ന് ഞാൻ പറഞ്ഞു തരും. മനസ്സിലായോ? നിങ്ങളെ വയറ്റിൽ എന്താ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു തരും. വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളെ വീട്ടിൽ എന്താണ് വെച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരും. ആരെ പറയണേ? ആരെ പറഞ്ഞ്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഈസാ നബിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഹയ്യിദ്ദീൻ ശൈഖിന് കിട്ടൂലേ കറാമത്തായിട്ട്? എന്ത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ. ഇങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്ന പണി. അതായത് അമ്പിയാക്കളെ മുഅ്ജിസത്തിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ച ചില സാധനങ്ങളെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. യഥാർത്ഥത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞെന്താ? എനിക്കതിന് കഴിയുന്നാണോ? ആണോ? അല്ല. അവിടെ അള്ളാഹുവിന്റെ തഖ്ദീറിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ ഈ വിഷയം പറയുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഇതിനോടുകൂടിയാണ്, അമ്രോടുകൂടി അല്ലെങ്കിൽ ഖുദ്റത്തോടുകൂടി, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഇൽമോടുകൂടി എന്നാണ് എനിക്ക് അതിന്റെ അർത്ഥം. അപ്പൊ അവർക്ക് എന്തില്ല? അറിയില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ, ഞാൻ അവസാനിപ്പിക്കാൻ സമയം 45-നപ്പുറത്ത് പോകരുതെന്ന് എനിക്ക് കണിച്ച വാണിങ്ങാൻ. പ്രവാചകൻ സ്വലാസിന്റെ അടുത്ത് വന്നിട്ട് ചില ആളുകൾ വന്നു പറഞ്ഞു, മുഹമ്മദ് നബിയെ ഞങ്ങൾ വിശ്വസിക്കാം, ഉറപ്പായിട്ടും വിശ്വസിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ചോദിക്കണ ചില സാധനങ്ങൾ ചെയ്തു തരാൻ പറ്റുമോ? ഇവിടെ നല്ലൊരു ഈത്തപ്പഴത്തിന് മുന്തിരിത്തിന് തോട്ടം ഉണ്ടാകട്ടെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നല്ലൊരു അരുവി ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു വീടുണ്ടാവട്ടെ, അല്ലെങ്കിൽ അത് വേണ്ട, പിന്നെ ആകാശത്തിലേക്കൊന്ന് കയറിപ്പോ. ഞങ്ങൾ കയറിപ്പോണത് ഞങ്ങൾക്ക് മനസ്സിലാവണം. അതിനെന്ത് വേണം? അവിടെ നിന്ന് ഞങ്ങൾ അഡ്രസ് ചെയ്തിട്ടൊരു ബുക്കും കൊണ്ടുവരണം. ഇതൊക്കെ ഖുർആനിലുള്ള വാക്കാട്ടോ. അതിന് മറുപടി എന്താ? സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ. സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. എൻ്റെ റബ്ബിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂലൻ, ഒരു മനുഷ്യനായ ദൂതനല്ലേ എന്ന് പറഞ്ഞാൽ ലൈസ ഫീ ത്വാഖതി വലൈസ ഫീ വുസ്ഇ, എന്റെ കഴിവിൽപ്പെട്ടതല്ല, എനിക്ക് എന്റെ സാധ്യതയിൽപ്പെട്ടതല്ല. എന്ത്? അൽ ഇത്യാനു ബിമാ തുത്ലബൂന, നിങ്ങൾ തേടിയത്, ചോദിച്ചത്, പറഞ്ഞത് കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല. അത് എന്റെ കഴിവിൽപ്പെട്ടതല്ല, മനുഷ്യ കഴിവിൽപ്പെട്ടതല്ലത്, അത് അള്ളാഹുവിന്റെ കഴിവാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന സുപ്രധാനമായ ചില കാര്യങ്ങൾ ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു തീർത്തതാ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? ഏകദേശം ഒരു ധാരണ ഈ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ടല്ലോ, അല്ലേ? താത്വികമായിട്ട് പറയാൻ ഇൻഷാ അല്ലാഹ് നല്ലൊരു നോട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ നോട്ട് ഇപ്പോഴല്ല, ഞാൻ തരും, ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് ആ നോട്ട് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് പിന്നീട് ആ നോട്ട് ഇവിടെ നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കുറച്ചും കൂടി വിശാലമായി ഭംഗിയായി ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഈ വിഷയ സംബന്ധിയായ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് വായിക്കണം. അതൊക്കെ വായിക്കുന്നത് വളരെ ഉപകാരപ്രദമായതാണ്. നമ്മുടെ ലൈബ്രറിയിൽ ഇരിക്കുന്ന കിതാബുകളിൽ ഉണ്ട്. ഇനി മലയാള പുസ്തകം വായിക്കാനാണെങ്കിൽ അങ്ങനെ വായിക്കും. മനസ്സിലായോ? പല പണ്ഡിതന്മാരും ഉണ്ട്, പല ആളുകളും എഴുതിയിട്ടുണ്ട്. പിന്നെ അത് എഴുതിയ ആളുകളുടെ എല്ലാവരുടെയും പേരെൻ്റെ ഓർമ്മയില്ല, പക്ഷെ ഞാൻ ഓർത്തു വെക്കുന്ന ഒരാളുണ്ട്, CP ഉമർ സുല്ലമിയാണ്. CP ഉമർ സുല്ലമിയുടെ ഒരു പുസ്തകം കൂടിയുണ്ട്, മുഅ്ജിസത്തുൻ കറാമത്തുൻ എന്നൊരു പുസ്തകമുണ്ട്. അത് ഞാൻ എൻ്റെ കയ്യിൽ കഴിഞ്ഞു എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽപ്പെട്ട. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ പുസ്തകം വായിച്ച് അവർ മനസ്സിലാക്കണം എന്നുകൂടി ഉണർത്തുന്നു. പിന്നെ നല്ല പണ്ഡിതന്മാരുള്ള ഒരു സ്ഥാപനമാണ്, അവരോടൊക്കെ ചോദിച്ചും എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ പഠിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
കുറഞ്ഞ സമയം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുമായി പങ്കുവെക്കാൻ അവസരം ലഭിച്ചു. അതിൻ്റെ സംഘാടകർക്ക് ഞാൻ അതിൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹു ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും, ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടതുമെല്ലാം അള്ളാഹു സ്വീകരിക്കുന്ന അമലാക്കുമാറാട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.